ഒരു എവിക്ഷന്റെ പ്രോമോ പുറത്തു വന്നിരുന്നു. ഇപ്രാവശ്യം വ്യത്യസ്തമായ ഒരു എവിക്ഷനാണ് നടന്നിരിക്കുന്നത്. ഈ എവിക്ഷനിലൂടെ പുറത്തേക്ക് പോകുന്നത് ആര്? ബിന്നിയാണോ അതോ ലക്ഷ്മിയോ? എന്താണ് സംഭവം പറയാം. ഡേ 71 എവിക്ഷൻ പ്രോമോ അപ്ഡേറ്റ് ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം ചാനൽ. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. എവിക്ഷൻ പ്രൊമോയിൽ ഇപ്രകാരമാണ് പറയുന്നത്. നമ്മുടെ ലാലേട്ടൻ വരുന്നു. ലാലേട്ടൻ വന്നിട്ട് പറയുന്നു, ഇനി 3 പേര് അല്ലേ എന്ന് പറയുമ്പോൾ പുറത്ത് ഗാർഡൻ ഏരിയയാണ് കാണിക്കുന്നത്. പുറത്ത് ഗാർഡൻ ഏരിയയിൽ 3 പേരായ അക്ബർ, ബിന്നി, ലക്ഷ്മി, ഇവർ 3 പേര് ഇങ്ങനെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. ഇവരുടെ 3 പേരുടെ അടുത്തായിട്ട് വൃത്താകൃതിയിൽ കുറച്ച് പെഡസ്റ്റലിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതായത് പെഡസ്റ്റലിൽ കുറച്ച് സാധനങ്ങളൊക്കെ നിറച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതിൽ 3നും അവരുടെ ഫോട്ടോസാണുള്ളത്. ഫോട്ടോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അതായത് ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് എവിക്റ്റായിട്ട് പോകുന്ന ആളും അതുപോലെ തന്നെ ഈ ബിഗ് ബോസ് വീട്ടിൽ സെയിം ആയി നിൽക്കുന്ന ആളുടെയും പേരാണ് കാണുക. അതായത് ഇത് ഓപ്പണായിട്ട് വരുമ്പോൾ ഒരാൾ എവിക്റ്റഡും ബാക്കി 2 പേര് സേവും, അങ്ങനെയായിരിക്കും കാണിക്കുക. ഓക്കെ, അപ്പോൾ ലാലേട്ടൻ പറയുന്നുണ്ട് അക്ബർ, ലക്ഷ്മി ആൻഡ് ബിന്നി എന്ന് മാത്രമാണ് പറയുന്നത്. ബാക്കിയുള്ളവരെല്ലാം ഗാർഡൻ ഏരിയയിൽ ആരാണ് എവിക്റ്റായിട്ട് പോകുന്നത്, ആരാണ് സേവ് ആകുന്നത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബിഗ് ബോസ് ആണ് പിന്നീട് പറയുന്നത്, ബിഗ് ബോസ് ആണ് എവിക്ഷൻ നടത്തുന്നത്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു, നിങ്ങൾ 3 പേരിൽ നിന്ന് ഒരാളോ അതിൽ അധികവും പേരോ ഇന്ന് ഈ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പടിയിറങ്ങുമെന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ലക്ഷ്മി പോയിട്ട് ലക്ഷ്മിയുടെ പെഡസ്റ്റിൽ ഇങ്ങനെ ചെറുതായിട്ട് ഓപ്പൺ ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അതിങ്ങനെ മെല്ലെ തുറക്കുന്നു. അപ്പോൾ ബാക്കി 2 പേരും അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നീട് അതായത് 3 പേരുടെ ഒരേ സമയത്ത് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്നതാണ് കാണിക്കുന്നത്. അപ്പം ബാക്കി എല്ലാവരുടെയും മുഖത്ത് ഇങ്ങനെ വിഷമത്തോടെ നോക്കി നിൽക്കുന്ന ഒരു ഭാഗമാണ് പിന്നീട് കാണിക്കുന്നത്. അപ്പോൾ ലക്ഷ്മിയുടെ ഫോട്ടോ ഇങ്ങനെ പകുതിയായിട്ട് ഇങ്ങനെ തുറന്നു വരുന്നു. അതുപോലെ തന്നെ ബിന്നിയുടെ വരുന്നുണ്ട്. ബിന്നിയുടെ കുറച്ച് വൈകിട്ടാണ് വരുന്നത്. അക്ബറിൻ്റെ കുറച്ച് ഫാസ്റ്റിൽ വരുന്നുണ്ട്. പക്ഷേ ലക്ഷ്മിയുടെ അതിനേക്കായി ഫാസ്റ്റിൽ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 പേരുടെ കുറച്ച് ഫാസ്റ്റിലും ബിന്നിയുടെ കുറച്ച് മെല്ലെ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്നു. അപ്പോൾ എല്ലാവരുടെയും മുഖത്ത് വിഷമാണ്, ആരായിരിക്കും പോകുന്നതെന്ന് അറിയാൻ. അപ്പോൾ ലാലേട്ടൻ നോക്കി നിൽക്കുന്നുണ്ട്. കാരണം ലാലേട്ടൻ്റെ അടുത്തേക്ക് ആരാണ് വരുന്നത് അറിയാൻ വേണ്ടിയിട്ട് ലാലേട്ടൻ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഭാഗമാണ്. അങ്ങനെയാണ് പ്രൊമോ അവസാനിക്കുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത് ഇതിൽ കാണുന്നത് പോലെ തന്നെ ഈ ഒരു എവിക്ഷൻ പ്രക്രിയയുടെ പുറത്തേക്ക് പോകുന്നത് ആരായിരിക്കും? ബിന്നി തന്നെയായിരിക്കാനാണ് സാധ്യത. എന്തായാലും നമുക്ക് എപ്പിസോഡ് കണ്ടാൽ മാത്രമേ അത് ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ. 90% ഉറപ്പാണ്. വേണമെങ്കിൽ 95% വേണമെങ്കിൽ ഉറപ്പിക്കാം. നമുക്ക് ബിന്നി തന്നെയായിരിക്കും പുറത്തേക്ക് പോകുന്നത്. ബാക്കി 2 പേര് സേവാണ്. ബാക്കി അക്ബറും ലക്ഷ്മിയും സേവാണ്. ബിന്നി തന്നെയായിരിക്കും പുറത്തേക്ക് പോകുന്നത്. എന്നാൽ നമുക്ക് നോക്കാം. ചിലപ്പോൾ ആദ്യം അക്ബർ സേവായിരിക്കാം, അല്ലെങ്കിൽ ലക്ഷ്മി അക്ബർ ഒരുമിച്ച് സേവാകുന്നുണ്ടാവും. കാരണം 3 പേര് ഒരേ സമയത്താണല്ലോ വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഓപ്പണായിട്ട് വരുമ്പോൾ 2 പേര് സേവ്, അതായത് ലക്ഷ്മി അക്ബർ സേവ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അങ്ങനെ ബിന്നിയുടെ മെല്ലെ ആണല്ലോ വരുന്നത്. അപ്പോൾ മെല്ലെ വന്ന് ലാസ്റ്റ് കാണുമ്പോൾ ബിന്നി എവിക്റ്റഡ് എന്നായിരിക്കും അതിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കും വരിക. എന്തായാലും നമുക്ക് നോക്കാം, അത്രേ പറയാൻ പറ്റത്തുള്ളൂ. ഒരു പക്ഷേ 2 പേരും ആദ്യം സേവ് ആകുന്നുണ്ടാവും, എന്നിട്ടായിരിക്കും ബിന്നി പുറത്തേക്ക് പോകുന്നത്. അങ്ങനെ തന്നെയായിരിക്കും അവിടെ സംഭവിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ എല്ലാവരും ചോദിച്ചിരുന്നു, ബിന്നിയാണോ പുറത്തേക്ക് പോകുന്നത് അതോ ലക്ഷ്മിയാണോ അത് പുറത്തേക്ക് പോകുന്നത് എന്നുള്ളത് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ലക്ഷ്മി അക്ബറും സേവാണ്, ബിന്നി തന്നെയാണ് പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, എന്തായാലും 95% നിങ്ങൾ ഉറപ്പിച്ചോളൂ, ബിന്നി തന്നെയാണ് പുറത്തേക്ക് പോകുന്നത്. 5% അവിടെ വെച്ചേക്കാം. എന്നാൽ നമുക്ക് എപ്പിസോഡ് കണ്ടാൽ മാത്രമേ അതറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ഈ എവിക്ഷൻ അപ്ഡേറ്റ് പ്രകാരം ബിന്നിയാണ് പുറത്തേക്ക് പോകുന്നതെങ്കിൽ അൺഫെയർ തന്നെയാണ്. അതായത് ലക്ഷ്മി പോയാലും അക്ബർ പോയാലും അവർ 3 പേരിൽ ആര് പോയാലും അൺഫെയർ തന്നെയാണ്. അത് ഞാൻ ഇന്നത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു. കാരണം സാബുമാനെ പോലുള്ള ആൾക്കാർ അവിടെ നിൽക്കുമ്പോൾ എന്തുകൊണ്ടും ഈ 3 പേരിൽ ആരെങ്കിലും ഒരാൾ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ തികച്ചും അൺഫെയർ തന്നെയാണ്. ബിന്നി പോയാൽ അത് തികച്ചും അൺഫെയർ തന്നെയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് സംഭവം. വോട്ടിംഗ് പ്രകാരം ബിന്നി ലാസ്റ്റ് തന്നെയായിരുന്നു. അപ്പോൾ ബിന്നി ആയിരിക്കും എവിക്റ്റായി പോകുന്നത്. എന്നാൽ നമുക്ക് നോക്കാം, എപ്പിസോഡ് വരുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാനാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എവിക്ഷൻ പ്രൊമോ കണ്ടത് നിങ്ങൾക്ക് എന്താ തോന്നിയത്? ആരായിരിക്കും പുറത്തേക്ക് പോകുന്നത്? നിങ്ങളുടെ അഭിപ്രായം മസ്റ്റായിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം, അടുത്ത വിശേഷമായിട്ട് വരാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ആൻഡ് ടേക്ക് കെയർ.